മുറ്റത്തടിക്കണം, വിളമ്പണം, അത് കയ്യിൽ വീഴ്ത്തണം, നല്ല കയ്യിലുള്ള സോഡ കൊണ്ട് മിക്സ് ചെയ്യണം, മുക്ക് പൊത്തണം, മോന്തി കുടിക്കണം, മുക്ക് പൊത്തണം, മുക്ക് കുടിക്കണം, പിന്നെ സുഗുണ ഒന്നുമില്ലേലും ഇവന്റെ പെങ്ങടെ ഭർത്താവല്ലേ നീ? എങ്ങനെ? അവന്റെ പെങ്ങടെ ഭർത്താവല്ലേ നീ എന്ന്? ഒരു ഭർത്താവ് എന്നാ നോക്കുന്നത്? അല്ല, ഒരു ഹുമ്മ് പോയി, അത് എവിടെ പോയെന്ന് ഏത് വഴിക്ക് പോയെന്ന്. എന്റെ പൊന്നും മനുഷ്യ, ഇത് എന്റെ ആങ്ങള നല്ല നടനായതുകൊണ്ട് ഈ നാടൊന്ന് അവനെ അംഗീകരിക്കാൻ പോവാണ്. എടി, അവിടെയാണ് നിനക്ക് തെറ്റിയത്. നിന്റെ ഈ ഇവനെല്ലാം നടൻ, നിന്റെ ആങ്ങളെല്ലാം നടൻ, നിന്റെ തന്നിടല്ലോ, അവനാണ് ഈ ഭൂലോകത്തെ ഏറ്റവും നമ്പർ 1 നടൻ. സത്യം സത്യം, അവൻ നടനാണ്, നടൻ. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? നീ എന്താ വിളിച്ച? നീ ഒന്നേ പ്രാവെന്ന് വിളിക്കണോ അല്ലെങ്കിൽ താറാവെന്ന് വിളിക്കണം. ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്ത് വിളിക്കാതെ നീ ഏതെങ്കിലും ഒന്ന് പറ. പ്രാതാവെന്ന് വെച്ചാ അളിയൻ. അളിയൻ അളിയൻ അല്ലെങ്കിൽ പുടിയൻ, ഏതെങ്കിലും അച്ഛൻ നല്ല നടനാണെന്ന് പറയേണ്ട കാര്യം എനിക്ക് മനസ്സിലാവണല്ലേ, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. നിന്റെ അച്ഛൻ നടൻ എന്ന് പറയുന്നറിയോ? ഈ നിൽക്കുന്ന സ്ത്രീ നിങ്ങൾ കണ്ടോ? മഞ്ഞു പോലെ പോലെ പെണ്ണിനാണ് ചെന്നപ്പോ എന്തോ പറഞ്ഞറിയോ? ഇത്ര സുശീലയായ ഒരു പെണ്ണ്, ഇത്ര സമാധാനശീലയായ ഒരു പെണ്ണ്. എന്റെ ദൈവമേ, ഇതുപോലെ സുശീലയും സമാധാനം തരുന്നൊരു സ്ത്രീ ഈ ലോകത്തില്ലെന്ന് എൻ്റെ അടുത്ത് ഒരു ഭാവ വ്യത്യാസമല്ലാതെ പറഞ്ഞ തന്തയാണ്. അവൻ എന്റെ നടൻ. അവിടെ നില്ല്, ഇവിടെ ചാളം കൊണ്ട്. സാർ ചില്ല് പറഞ്ഞ ഞാൻ ചില്ലാണ്. അതാണ്, അവിടെ നിൽക്കണം. സുമതി അവിടെ പോയി. പ്രിയമുള്ളവരെ, യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. അതിനൊരു ബുദ്ധിമുട്ട് നമുക്കില്ല. യോഗത്തിന് അധ്യക്ഷനായിട്ട് ഞാൻ എന്നെ തന്നെ ക്ഷണിക്കുക. സത്യം, ഇത് കാണാനും കേൾക്കാനും ഞാൻ എന്നെ തന്നെ സ്വന്തം ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പുളകം നൽകുന്ന, നമ്മളെ കോരിത്തരിപ്പിക്കുന്ന, നമ്മുടെ രാത്രികളിൽ ഉറക്കം കെടുത്തുന്ന, നമ്മളെ ത്രസിപ്പിക്കുന്ന പുളകം, കോരിത്തരിപ്പ്, ഷക്കീലയുടെ ഒരു പടം പോലും അവൻ വിട്ടിട്ടില്ല. അത്ര സിനിമകളൊന്നും ഞാൻ കാണാറില്ല. അല്ലെ, പിന്നെ അത് ആളുകളുടെ മുമ്പ് ആവശ്യമില്ലാത്ത വിളിച്ചത് തരിപ്പിന്റെ കാര്യം പറഞ്ഞോണ്ട് ഞാൻ പറയുന്നത്. ചുമ്മാരി. പ്രിയമുള്ളവരെ, ഷക്കീലെ ആദരിക്കുന്ന റിലേ പോയി, സോറി. ഷക്കീലെ അല്ല, ഈ കുണ്ടനെ. എന്റെ സ്വന്തം അളിയ, എത്രയോ പേര് കിടക്കുന്നു. അതെ, നിന്റെ അച്ഛൻ ഈ പേരേ ഉള്ളായിരുന്നു വിടാൻ. സത്യം പറഞ്ഞ ഈ അളിയൻ ഈ പേരുമായിട്ട് എന്റെ അടുത്ത് വരുമ്പം എനിക്ക് പോലും ചില സമയത്ത് അതെ, മനസ്സിലായി. എന്തോ ആയിക്കോട്ടെ. അതെ സൂണ, അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട. അദ്ദേഹത്തിന്റെ എത്രയോ കഥാപാത്രങ്ങളാണ് എന്റെ ഓർമ്മയിലേക്ക് വരുന്നത്. അയ്യോ, അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ എന്റെ പൊന്നുതമ്പുരാൻ, എന്നെ ഓർമ്മിപ്പിക്കല്ലേ. ഇങ്ങനെ ഇരിക്കണമെന്ന് കരുതണ്ട. എന്തൊക്കെ അഭിനയിക്കുന്നവരെ, ചക്രവർത്തി, രാജാവ്, എന്തിന് അധോലോക നായകനായിട്ട് വരെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. സ്റ്റേജിൽ ഇതെല്ലാം ഓക്കെയാണ്, പക്ഷെ ഈ ഇരിക്കുന്നവരെ തള്ള തൊഴിലുറപ്പിന് പോയില്ലെങ്കിൽ അവന്റെ കഞ്ഞു കുടിക്കാൻ പറ്റത്തില്ല. സത്യം, നിങ്ങൾക്കറിയോ? അത് സത്യം പറയുന്നത്. അതിന് ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഒരു തീപ്പൊരി ഡയലോഗ് സാറ് പറഞ്ഞു. ആ ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തൊട്ടിൽ ആടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുന്നു, എന്താണ് പറഞ്ഞത്? അമ്മേ, ആട്ടിയത് മതി, ഉണ്ണിമോന്റെ അമ്മ പൊയ്ക്കോ. ഇത് തന്നെ ആ നാടൻ കണ്ടോണ്ടെന്നാലും മതി, ആട്ടിയത് മതി, ഒന്ന് ഇറങ്ങി പോകാവൂ. പ്രിയമുള്ളവരെ, 2 വാക്ക് സംസാരിക്കുന്നതിനായി നമ്മുടെ മാതൃകാധ്യാപകനെ ക്ഷണിച്ചുകൊള്ളു. അതാരത്? മാഷല്ലേ? പിന്നെ ഇവനൊക്കെ ആരാ ക്ഷണിച്ചാൽ നിനക്കറിയത്തില്ല. പ്രിയമുള്ളവരെ, ഇപ്പഴാ വാഴുണ്ടെന്ന് മനസ്സിലായി. ഈ മീശക്കിടക്ക് ഒരു ചുണ്ടുണ്ടെന്ന് സാറ് പറഞ്ഞോട്ടെ. ഈ തീക്കുണ്ടം സുമിത്രനെ കുറിച്ച് പറയുമ്പോൾ, ഇവന് സ്കൂളിൽ വരുമ്പോൾ കടലയും പയറും കട്ടു തിന്നുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ സുമിത്രന്റെ ഉള്ളിൽ അടങ്ങിക്കിടന്നിരുന്ന ഒരു കലാകാരനെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. സംഭവം ഉണ്ടെങ്കിലല്ലേ കണ്ടെത്താൻ പറ്റൂ. ഈ അടങ്ങിക്കിടക്കുന്ന സാധനം വേണ്ടോ പെങ്ങളെ?
ഡാ, നീ ചടങ്ങലമ്പാക്കാൻ വന്നേക്കോണം. ഈ ചടങ്ങലമ്പാക്കാൻ വന്നേക്കണോ നീ? ആണോ? ഏ? മാഷേ സാറേ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തുവാ? സാറ് തിന്നുന്നെല്ലാം മീശ തിന്നു വന്നു സുഗുണാ, ഇങ്ങനെ കിടക്കുന്നു. പക്ഷെ സാറിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷെ സാറിന്റെ ഭാര്യയെ ഞാൻ അംഗീകരിക്കാം. എന്തിനാ? ഒന്നുമല്ല, ഇത് ചകഞ്ഞ് ഒരു ഉമ്മ തരാൻ അവരെന്ത് പാടുപെടും എന്നുള്ളതിനെ ആലോചിക്കുന്നത്. അല്ലല്ല, സത്യം പറയാം, ചകഞ്ഞങ്ങ് ചെല്ലുമ്പോ നേരം വെളുക്കുമായിരിക്കും. അപ്പൊ അവർ തിരിച്ചു പോരും. പ്രിയമുള്ളവരെ, അടുത്തായി 2 വാക്ക് സംസാരിക്കുന്നതിനായി ഞാൻ സുമതിയെ വിളിക്കുന്നു. നീ വാടി, നീ വാ. 2 വാക്ക് പറ. എന്റെ പെണ്ണാ, എവള് വന്നിട്ട് വേണം എനിക്ക് സംസാരിക്കണം. വാ, കറിയാടി സാധിക്കാൻ പേടി, കാര്യം പറയടി. എന്താ ഇവിടെ ദുഃഖ സീന്? ഇത് ആനന്ദ കണ്ണീരാ. ആ എന്താ പറ, നിനക്കെന്തൊരു കണ്ണീരടാ? എടാ പോത്തെ ഇരി. പ്രിയമുള്ളവരെ, അതെന്റെ അനിയനല്ല. പെണ്ണ് കെട്ടി അന്ന് മുതൽ എനിക്കിത് കൊണ്ട് സംശയമാണ്. എവിടെ ആങ്ങളാന്ന് പറയുമോ? പിന്നെ കണ്ട കിൻഡർ ജോയും പുളിമുട്ടായി ഒരു വയറ്റിന് വരുമോ? പറ പറ. അത് അവൻ എനിക്ക് കിൻഡർ ജോയ് പുളിമുട്ടായി. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല മനുഷ്യ. ആ, നീ പറയടി. ഇവനെനിക്ക് അനിയനല്ല, സ്വന്തം മോനാ, സ്വന്തം മോൻ. നിങ്ങൾക്കറിയാമോ, എത്രയോ ദിവസങ്ങളിൽ രാത്രി ഉറക്കൊഴിച്ച് നാടകം കഴിയുന്നതും കാത്തു ഞാനിരിക്കും. நாடகம் நடத்திவிட்டு நடந்து சென்றால் தேவதை நானோ மேடையாகி 9 മണിക്ക് നാടകം നടക്കും, 10 മണിക്ക് അവൻ വീട്ടിൽ വരും. പിന്നെന്തിനാ ഉറക്കോളിയത്? എനിക്ക് മനസ്സിലാവില്ല. സുഗുണ, പ്ലീസ്, ക്ഷമക്കൊരു പരിധിയുണ്ട്. സ്റ്റിൽ അല്ല, എന്തോ ഞാൻ പറഞ്ഞു, ജിൽ. ഓക്കെ, പ്രിയമുള്ളവരെ, സുമതി സംസാരിച്ചു കഴിഞ്ഞു. മാവൻ വെറുതെ പറഞ്ഞില്ല. വേറെ വല്ലതും അവൻ വിളിച്ചു പറയാം, അവിടെ പോയി. അടുത്തായിട്ട് ആരെയാണ്? തീക്കുണ്ട സുമിത്രൻ. പൊന്നരിവാളം വിളിയിലെ കണ്ണെറിയുന്നോളെ താമരത്തിൻ പൂന്തണലില് വാടി നിൽക്കുന്നോളെ അല്ല അളിയാ, പ്രകസനം വേണ്ട, പ്രസംഗം മതി. പ്രിയമുള്ളവരെ, ഇതോ പ്രിയമുള്ളവരെ, അവളെ വരെ എവിടെ ഞാൻ കേട്ടു. അപ്പൊ ഞാൻ ഇവിടെ വന്നിരുന്ന 1.5 മണിക്കൂറായിട്ട് എന്റെ ഈ മാഷ് സഹിതം എന്നോട് പറയുന്നു, തീക്കുണ്ടം നാടകത്തിലെ ഒരു ഡയലോഗ് പറഞ്ഞേ പറ്റൂ. ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു? ഇല്ല, ആരും എല്ലാവരുടെയും നിർബന്ധ പ്രകാരം ആ ഒരു ഡയലോഗ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കും. സാറ് പറയൂ. അമ്മേ, ഞാൻ വെറുക്കപ്പെട്ടവനാണമ്മേ, ഞാൻ കുരുത്തക്കെട്ടവനാണമ്മേ, ഞാൻ മകപ്പിഴയാണമ്മേ, അയ്യോ, ഞാൻ അലപലാതിയാണമ്മേ, ഞാൻ വെറും ചൊറിയാണമ്മേ. അളിയ, ഇത് നാടകമാണോ ജീവിതമാണോ?